അപ്പോഴേ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈസി ഫിഷ് ഫ്രൈയുമായിട്ടാണ്. ഈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഈസി കേട്ടോ. നിങ്ങൾ ഈ കാണുന്നത് പോലെ ക്യാൻഡ് ആയിട്ടുള്ള മത്തിമീൻ, സാർഡീൻസ് എന്ന് പറയും. അത് ഞാൻ ഈസി എന്ന് പറയാൻ കാരണം ഞങ്ങൾക്കിവിടെ ഫ്രഷ് ഫിഷ് കിട്ടുന്നത് വളരെ പ്രയാസമാണ്. കിട്ടിക്കഴിഞ്ഞാലും ഫ്രോസൺ ആണ്, അപ്പോൾ അത് അത്ര നല്ല ടേസ്റ്റ് ഒന്നുമില്ല. പക്ഷേ ഈ ക്യാൻഡ് ട്യൂണ ഇത് ഒലിവ് ഓയിലിനകത്തിട്ട് അവർ വേവിച്ച് അതിൻ്റെ മുള്ളെല്ലാം കളഞ്ഞ് വേവിച്ച് വെച്ചിരിക്കുന്ന ട്യൂണയല്ല, സാർഡീൻസ്, മത്തിമീനാണ്. ഇതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വ്യത്യാസം ഒന്നുമില്ല, എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെങ്കിൽ എപ്പോഴും ഫ്രഷ് കഴിച്ച് ശീലിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി അറിയാം. ഇത് മിക്കവാറും ഒരു ക്യാനിനകത്ത് 4 പീസസ് ആയിരിക്കും വരുന്നത്, 4 അല്ലെങ്കിൽ 5 സൈസ് അനുസരിച്ചിട്ട്. പക്ഷേ അത് എടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ചെടുക്കണം, അത് പെട്ടെന്ന് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം മത്തി ഫ്രൈക്ക് പകരം നിങ്ങൾ മത്തി പായസം ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അതുപോലെ ഞാൻ 2 ക്യാനാണ് എടുത്തിരിക്കുന്നത്. അത് വളരെ സൂക്ഷിച്ച് എടുത്ത് അതൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കണം. ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെന്നുണ്ടെങ്കിൽ വളരെ കഷ്ടമാണ്, പക്ഷേ വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഒരിത്തിരി കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഗാർലിക് പൗഡറാണ് ഇട്ടേക്കുന്നത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാൻ ഉള്ള സമയമില്ലായിരുന്നു, അതുകൊണ്ട് ഗാർലിക് പൗഡർ. പിന്നെ ഒത്തിരി എരിവുള്ള മുളകാണ് ഞാൻ ഇട്ടത്, അതുകൊണ്ട് ഞാൻ അതൊരു 1/2 ടീസ്പൂണും പിന്നെ അതിലേക്ക് ഒട്ടും എരിവില്ലാത്ത ഒരു മുളക് 1 ടീസ്പൂണും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊരു നിങ്ങൾ സാധാരണഗതിയിൽ എരിവുള്ള മുളക് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊരു ടീസ്പൂൺ മാത്രം എടുത്താൽ മതിയായിരിക്കും, കാശ്മീരി പെപ്പർ പൗഡറൊക്കെ. പിന്നെ അതിലേക്ക് ഒരിത്തിരി ഉപ്പ്, 1 ടീസ്പൂൺ ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ജിഞ്ചറിൻ്റെ പൗഡറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് മാത്രം ജിഞ്ചറിൻ്റെ പൗഡർ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിട്ടാലും മതിയായിരിക്കും. അപ്പം ജിഞ്ചറും ഗാർലിക്കും പൗഡർ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനിയുമുള്ള ടാസ്ക്കാണ്, വളരെ ഭയങ്കരമായൊരു ടാസ്ക്. നിങ്ങളത് നല്ലപോലെ മിക്സ് ചെയ്യണം, അത് പൊടിയാതെ. ഞാനിത് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ടെൻഷനിലാന്ന് തോന്നുന്നു, എൻ്റെ കുറച്ചൊക്കെ പൊടിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും ടേസ്റ്റ് കുഴപ്പമൊന്നുമില്ല, വറുത്ത് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ആ പൊടി കഴിക്കാനും. ഇനി ഞാൻ പാനിൽ കുറച്ച് എണ്ണയെടുത്ത് ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് ഈ കാണുന്ന പാന് കാർബൺ സ്റ്റീലിൻ്റെ പാനാണ്. അത് നോൺ സ്റ്റിക്കാണ്, അതുകൊണ്ട് വറക്കാനൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. കാരണം സ്പെഷ്യലി മീൻ വറക്കുമ്പം തെറിച്ചൊന്നും പോവുകയല്ല, വെളിയിലോട്ട് വീഴുകയല്ല. അപ്പം നമ്മുടെ സ്റ്റൗവൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കാനും സാധിക്കും. ഫ്ലാറ്റ് പാനിനേക്കാളും ഇങ്ങനെയുള്ളൊരു പാൻ നല്ലതായിരിക്കും. അപ്പോൾ എണ്ണ തിളച്ച് വന്നപ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ 2 തണ്ട് കരിവേപ്പില ഇട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇനി അതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന മത്തിയുടെ മീൻ പീസസ് എല്ലാം ഇടുക. ഞാൻ അതിൻ്റെ പൊടി ഇട്ട് കേട്ടോ, കാരണം അത് കളയാൻ മനസ്സില്ലാത്തതുകൊണ്ട്. അങ്ങനെ ഞാൻ മത്തി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് ചോറ്, കടലക്കറി, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി, അത് ഞങ്ങളുടെ ഗാർഡനിൽ നിന്ന് പറിച്ചതാണ്. പിന്നെ മുതിര മുളപ്പിച്ചത് തോരന്, ചീരത്തോരൻ, അത് ഞങ്ങളുടെ ഗാർഡനിൽ നിന്നുള്ളതാണ്. പിന്നെ ഈ മത്തി ഫ്രൈ. അപ്പം ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ, ഇത് കിട്ടുന്നുണ്ടെങ്കിൽ, വെളിയിലുള്ളവരൊക്കെ ആണെങ്കിൽ ഇത് ഈസി ആയിട്ട് കിട്ടും. അപ്പം ട്രൈ ചെയ്ത് നോക്കണം, കമൻറ്റ്സ് അറിയിക്കണം. സീ യു ലേറ്റർ.